قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون. صدق الله العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെ എല്ലാം സൃഷ്ടാവും രക്ഷിതാവും നിയന്താവും ഉടമസ്ഥനുമായ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി അറിയിച്ചു തന്നിട്ടുള്ള പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും തഖ്വ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ എല്ലാറ്റിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മടിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിക്ഷണം ലഭിച്ചുകൊണ്ട് കളിച്ചു വളർന്ന മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ ദീനിന്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വരിക്കുകയാണ് ഉണ്ടായത് എന്നത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ലോകത്ത് സുന്നികൾക്കും ഷിയാക്കൾക്കും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരക്കുട്ടി വലിയ പോരാട്ടം നടത്തിക്കൊണ്ട് ജീവത്യാഗം ചെയ്തത്? മത ആരാധനാനുഷ്ഠാന കർമ്മങ്ങളിൽ ഉടലെടുത്ത എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലായിരുന്നോ? ഒരുപക്ഷെ ഇന്ന് നമുക്കിടയിലൊക്കെ നിലവിലുള്ള എന്തെങ്കിലും മതപരമായ തർക്കത്തിന്റെ പേരിലായിരുന്നോ? ഇത് അന്വേഷിക്കുന്നതും മനസ്സിലാക്കുന്നതും പരിശുദ്ധ ഇസ്ലാമിനെ യഥാവിധി തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഭരണ മാതൃകയുണ്ട് മദീനയിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നിവരിലൂടെ ആ മിൻഹാജുൻ നുബുവ, നുബുവത്തിന്റെ മാതൃകയിൽ തന്നെ ആ ഖിലാഫത്ത് വളരെ വ്യവസ്ഥാപിതമായി മുന്നോട്ട് പോവുകയുണ്ടായി. എന്നാൽ അതിനുശേഷം മുആവിയക്ക് ശേഷം ഖിലാഫത്ത് എന്ന് പറയുന്നത് രാജവാഴ്ചയിലേക്ക് വഴുതിപ്പോവുകയും ഭരണരംഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന്
വ്യതിചലനം ഉണ്ടാവുകയും ചെയ്ത ഘട്ടത്തിലാണ് അതിനെതിരെ മൗനം പാലിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി, അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന പ്രഗത്ഭരായിട്ടുള്ള സ്വഹാബിമാരുടെ പിന്തുണയോടുകൂടി ഭരണരംഗത്തെ ഈ അനിസ്ലാമികതക്കെതിരെ ശക്തമായി മുന്നോട്ടു പോയതും ജീവൻ വെടിഞ്ഞതും. ആധുനിക ലോകത്ത്, ആധുനിക കാലത്ത്, പ്രത്യേകിച്ച് നവോത്ഥാനന്തര കാലത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു മതരാഷ്ട്രവാദിയായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? നാം ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിലേക്കാണ് ഇന്നത്തെ ഖുതുബ നമ്മളെല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നത്. മതരാഷ്ട്രവാദം എന്നതാണത്. അതിൽ മതത്തെക്കുറിച്ച് പറയുന്നുണ്ട്, രാഷ്ട്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഇടയിൽ എപ്പോഴൊക്കെയോ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ട്, ലോകത്തുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ച ഈ മിമ്പറിൽ അതിനെക്കുറിച്ച് എന്താണ് അതിൻ്റെ വസ്തുത എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് പറയപ്പെടുന്ന ഈ മതരാഷ്ട്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തിയോക്രസി എന്നാണ് അതിന് യൂറോപ്യന്മാർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പേരിൽ ഒരു പ്രത്യേകമായ മതവർഗം, അതിൽ തന്നെ പുരോഹിതന്മാരുടെ നേതൃത്വം, തങ്ങളുടേതായ സ്വയം ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ വെച്ച് ഞങ്ങൾ അള്ളാഹുവിൻ്റെ, ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രതിനിധികളാകുന്നു, പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ഫലത്തിൽ സ്വന്തം ദൈവത്വം ബഹുജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് മതരാഷ്ട്രം എന്ന് പറയുന്നത്. അതിൽ കൂടിയാലോചനയില്ല, ജനഹിതത്തിന് യാതൊരു രീതിയിലുമുള്ള ഇടപെടൽ സാധ്യതയില്ല, മറ്റേതെങ്കിലും വിശ്വാസ പ്രമാണങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമില്ല, വിമർശിക്കാനോ ചോദ്യം ചെയ്യാനോ ഉള്ള അവസരമില്ല. കാരണം വിമർശിക്കപ്പെടുന്നവർ, ചോദ്യം ചെയ്യുന്നവർ, വിമർശിക്കുന്നവരും ചോദ്യം ചെയ്യുന്നവരുമൊക്കെ ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരും മതമേലധ്യക്ഷന്മാരെ ചോദ്യം ചെയ്യുന്നവരുമായി ആക്ഷേപിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന വല്ലാത്ത ഒരു ഇരുണ്ട കാലമാണ് യഥാർത്ഥത്തിൽ മതരാഷ്ട്രം എന്ന് പറയുന്നത് ലോകത്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ നിലവിലുണ്ടായിരുന്നത്. അതൊരു ദിവ്യാധിപത്യം എന്നാണ് അവർ തന്നെ അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ് ബിഐദീഹിം സുമ്മ യഖൂലുന ഹാദാ മിൻ ഇൻദില്ലാഹ് ലിയശ്തറൂ ബിഹി സമനൻ ഖലീല ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലും ലഹും മിമ്മാ യക്സിബൂൻ. അല്ലാഹു പറഞ്ഞല്ലോ, എന്നാൽ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കുകയും എന്നിട്ട് അത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് പറയുകയും ചെയ്യുന്നവർക്കാകുന്നു നാശം. അത് മുഖേന വില കുറഞ്ഞ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്. അവരുടെ കൈകൾ എഴുതിയ വകയിലും അവർ സമ്പാദിക്കുന്ന വകയിലും അവർക്ക് നാശം. സൂറത്തുൽ ബഖറ 79. കാരണം അവരുടെ ഒരു രീതി അങ്ങനെയായിരുന്നു. അവർ സ്വയം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതാണ് പല കാര്യങ്ങൾ. ഇങ്ങനെ ഉണ്ടായിരുന്ന മതരാഷ്ട്രത്തെ യൂറോപ്പിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി സാഹോദര്യം, സമത്വം എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ദീർഘകാലത്തെ പോരാട്ടം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. പക്ഷേ ഇത്തരത്തിൽ മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഒരു മതരാഷ്ട്രം എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുകയില്ല, ഒരു കാലത്തും കാണാൻ കഴിയുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിർവഹിച്ചിരുന്നത് ഈ തരത്തിലുള്ള ഒരു മതരാഷ്ട്രമായിരുന്നില്ല. ഖുലഫാഉർ റാഷിദീങ്ങൾ നയിച്ചിരുന്നത്
ഇത്തരത്തിലുള്ള മതരാഷ്ട്രമായിരുന്നില്ല. പിൽക്കാലത്ത് വന്നിട്ടുള്ള പല ഖലീഫമാരും രാജവാഴ്ചയിലും സ്വേച്ഛാധിപത്യത്തിലേക്കുമൊക്കെ വഴുതിപ്പോയപ്പോഴും അവർ പോലും നയിച്ചിരുന്നത് ഈ പറഞ്ഞ രീതിയിലുള്ള മതരാഷ്ട്രമായിരുന്നില്ല. അങ്ങനെ പിൽക്കാലത്ത് വന്നിട്ടുള്ള പല സ്വേച്ഛാധിപതികളുമുണ്ട്. വളരെ കൊടിയ ആക്രമണങ്ങൾ നടത്തിയ ആളുകളുണ്ട്. ധാരാളക്കണക്കിന് ഹാഫിളുകളെ കൂട്ടക്കൊല നടത്തിയ ആളുകളുണ്ട്. പക്ഷെ അവര് പോലും നടത്തിയത് ഈ യൂറോപ്പിൽ കണ്ട രീതിയിലുള്ള മതരാഷ്ട്രമായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ സ്ഥാപിച്ചത്, മദീന എന്നുള്ള പേര് തന്നെ വന്നത് മദീനത്തുർ റസൂൽ എന്നതുകൊണ്ടാണല്ലോ. അതിനു മുമ്പ് അതിന്റെ പേര് വേറെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന് അവിടെ സ്ഥാപിച്ച അവിടുത്തെ രാഷ്ട്രം, അവിടുത്തെ ഭരണം, അത് നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണമായിരുന്നു. അവിടെ മഹാഭൂരിപക്ഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായിരുന്നില്ല. ഭൂരിപക്ഷമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അത്രയെങ്കിലും ഉണ്ടോ? അതുമില്ല. വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു സമൂഹമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ ഉണ്ടായിരുന്നത്. വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് മറ്റു സമൂഹങ്ങളാണ്. അതിൽ മുശ്രിക്കുകളുണ്ട്, ക്രൈസ്തവരുണ്ട്, യഹൂദികളുണ്ട്, മജൂസികളുണ്ട്. അവർക്കെല്ലാം ആരാധനാലയങ്ങളുണ്ട്. അവർക്കെല്ലാം അവരുടേതായ പേഴ്സണൽ ലോ നിലനിർത്തുന്ന കോടതികളുണ്ട്. അവർക്കെല്ലാം അവരുടേതായ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അതൊക്കെ ഉണ്ടായിരിക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് അവർ കരാറിൽ ഏർപ്പെടുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു വീക്ഷണം അള്ളാഹുവിന്റെ തിരുദൂതർ നമുക്ക് മാതൃക കാണിച്ച ഇസ്ലാമിക രാഷ്ട്രത്തിന് ഉണ്ടായിരുന്നു. ലോകത്തുള്ള ചെറുതും വലുതുമായ, ശക്തിയുള്ളവരും ഇല്ലാത്തവരുമായ സകല മനുഷ്യരുടെയും അവകാശങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആയിരുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, ഒന്നാമതായി നമ്മൾ തീരുമാനിക്കേണ്ടത് ഇസ്ലാമിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു നിലപാട് എന്താണ് എന്നതാണ്. എന്ന് പറഞ്ഞാൽ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുകയാണോ വേണ്ടത്, കാലിനനുസരിച്ച് ചെരുപ്പ് പാകപ്പെടുത്തുകയാണോ വേണ്ടത് എന്ന തീരുമാനത്തിലെത്താതെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്നിട്ടുള്ളൊരു ദീൻ അവിടെ ഉണ്ട്, ഞാൻ അതനുസരിച്ച് ജീവിക്കാം എന്ന് തീരുമാനിക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ജീവിത സാഹചര്യത്തിനും താല്പര്യങ്ങൾക്കും ഒക്കെ ഇണങ്ങിയിട്ടുള്ള ഒരു ദീനാക്കിയിട്ട് അതിനെ മാറ്റുകയാണോ വേണ്ടത്? ചെറുതല്ലാത്ത ഒരു ഗൗരവത്തിൽ അള്ളാഹ് ചോദിക്കുന്നുണ്ട്, ഖുൽ അതുഅല്ലിമൂനല്ലാഹ ബിദീനിക്കും. ചോദിക്കുക, നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങളുടെ ദീൻ പഠിപ്പിക്കുകയാണോ? സൂറത്തുൽ ഹുജറാത്തിലാണ് അള്ളാഹ് ചോദിച്ചത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ, നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങളുടെ ദീൻ പഠിപ്പിക്കുകയാണോ? വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. ആകാശഭൂമികൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം, സകല പ്രപഞ്ചങ്ങളെ കുറിച്ചും അള്ളാഹുവിനാണ് അറിയുക. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. എന്നിരിക്കെ നിങ്ങൾ നിങ്ങളെ ദീൻ അള്ളാഹ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണോ എന്ന് അള്ളാഹു തആല തന്നെ ചോദിക്കുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ വക്താക്കളാണെങ്കിൽ, അത് വിശ്വസിക്കുന്നവരാണെങ്കിൽ, അള്ളാഹുവിന്റെ ദീൻ എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അത് നമുക്ക് കാണിച്ചു തന്നത് എന്ന് പഠിച്ച് മറ്റെല്ലാം അതിനനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ തോന്നലുകൾ, നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം അതിനനുസരിച്ച് പാകപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പറഞ്ഞു വന്നത്, ഈ പറയപ്പെടുന്ന പ്രചരിപ്പിക്കപ്പെടുന്ന മതരാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും എന്ന് പറയുന്നത് കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം പോലുമില്ല എന്നതാണ്. അത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം, വാക്കിലോ അക്ഷരങ്ങളിലോ. അത്ര പോലും ബന്ധം ഇത് രണ്ടും തമ്മിൽ ഇല്ല. പക്ഷേ പാശ്ചാത്യരാണല്ലോ ലോകം നിയന്ത്രിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിചയമുള്ളത് ഈ തിയോക്രസിയാണ് എന്ന് പറഞ്ഞാൽ ഈ മതരാഷ്ട്രമാണ്. അവരതിനെതിരെയാണ് പൊരുതിയിട്ടുള്ളത്. അവിടെ ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാർ കൊല ചെയ്യപ്പെട്ടത് ഈ മതരാഷ്ട്രവാദികളുടെ കാലത്താണ്. ഇങ്ങനെ
സഭകൾ ഭരിച്ചിരുന്ന കാലത്താണ്. സാഹിത്യം അംഗീകരിക്കപ്പെടാത്ത, കല അംഗീകരിക്കപ്പെടാത്ത, ഒരു ചിന്തയും പുതുതായി അംഗീകരിക്കപ്പെടാത്ത ആ ഇരുട്ട് നിറഞ്ഞ കാലത്തെയാണ് അവർക്ക് മതനാട്ടം എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ വരിക. അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭരണം കണ്ടിട്ടില്ല, ഖുലഫാ റാഷിദീങ്ങളുടെ ഭരണം കണ്ടിട്ടില്ല. ഗാന്ധിജി പറഞ്ഞല്ലോ, ഉമറിന്റെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊന്നും പാശ്ചാത്യര് കണ്ടിട്ടില്ല. അവർക്ക് നീതി എന്തെന്നറിയില്ല, സമത്വം എന്തെന്നറിയില്ല, മനുഷ്യാവകാശം എന്തെന്ന് അറിയില്ല. അവർക്ക് വെളുത്തവരാണുള്ളത്, അവർക്ക് മനുഷ്യരവരുടെ മുന്നിലില്ല. അതുകൊണ്ടാണ് മതരഹിതമായ ഒരു ജീവിതത്തിന് വേണ്ടി അതാണ് ഏറ്റവും പവിത്രമായത് എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പാശ്ചാത്യരുടെ സെക്യുലറിസം എന്ന് പറയുന്നത് മതരഹിതമായ ഒരു മതേതരത്വമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ രൂപീകരണത്തിൽ പോലും ആ മതരാഹിത്യം എന്ന് പറയുന്ന മതേതരത്വത്തെ നമ്മൾ സ്വീകരിച്ചിട്ടില്ല. മതനിരപേക്ഷതയുടെ മതേതരത്വത്തെയാണ് നമ്മൾ പോലും സ്വീകരിച്ചിട്ടുള്ളത്. ഈ പടിഞ്ഞാറൻ ആളുകൾ, പാശ്ചാത്യരായ ആളുകൾ, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണങ്ങളെ സാഹചര്യം മനസ്സിലാക്കാതെ, പശ്ചാത്തലം മനസ്സിലാക്കാതെ നാം ഏറ്റുപിടിക്കാൻ ഒരുമ്പെടുകയാണെങ്കിൽ സംഭവിക്കുന്ന ഭീമാബദ്ധങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്ന് മാത്രമാണ് ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, എല്ലാ അമ്പിയാക്കളും, ആ അമ്പിയാക്കളൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അവിടെ ഭരണം നടത്തിയിരുന്ന ഭരണകൂടങ്ങളെ അവരുടെ പാട്ടിന് വിട്ട് ആരാധനാലയങ്ങളിലേക്ക് വളരെ സമാധാനപൂർവ്വം ഒതുങ്ങിയിരിക്കുകയായിരുന്നില്ല. അല്ലാഹു തആലയും അമ്പിയാക്കളോട് അങ്ങനെയല്ല പറഞ്ഞത്. അല്ലാഹു തആല മൂസാ നബിയോട് എന്താ പറഞ്ഞത്? ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. പോയിക്കോ ഫിർഔന്റെ അടുത്ത്. ഫിർഔൻ പൂജാരിയല്ല, മറ്റേതെങ്കിലും ഒരു മതത്തിന്റെ മതാധ്യക്ഷനല്ല, അവിടെ പോയിട്ട് പ്രബോധനം ചെയ്യാനല്ല. ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ. പരിധി വിട്ടിരിക്കുന്നു. എന്തൊരു മനുഷ്യവിരുദ്ധമായ ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പോ ഫിർഔനിന്റെ അടുത്ത്. വഖാല മൂസ, മൂസ അലൈഹിസ്സലാം പോയിട്ട് എന്താ പറഞ്ഞത്? യാ ഫിർഔൻ ഇന്നി റസൂലും മിർ റബ്ബിൽ ആലമീൻ. അല്ലയോ ഫിർഔനെ, ലോകരക്ഷിതാവിൽ നിന്നുള്ള റസൂലാണ് ഞാൻ. ഹഖീഖുൻ അലാ അല്ലാ അഖൂല അലല്ലാഹി ഇല്ലൽ ഹഖ് ഖദ് ജിഅ്തുകും ബിബയ്യിനത്തിൻ മിർ റബ്ബികും ഫഅർസിൽ മഅയ ബനി ഇസ്രായീൽ. അല്ലാഹുവിൽ നിന്നുള്ള വളരെ വ്യക്തമായ തെളിവും കൊണ്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് എന്താ വേണ്ടത്? ഫഅർസിൽ മഅയ ബനി ഇസ്രായീൽ. ഇസ്രായേൽ സമൂഹത്തെ എന്റെ കൂടെ നീ പറഞ്ഞേക്ക്, അവരെ നീ വിമോചിപ്പിക്ക്. ഇതാണ് മൂസാ അലൈഹിസ്സലാം പറഞ്ഞത്. അതുപോലെ തന്നെ എല്ലാ നബിമാരെ കുറിച്ചും, ശുഐബ് അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അടുത്തിരിക്കുമ്പോഴാണല്ലോ അവകാശം നിഷേധിക്കപ്പെട്ട ഒരു മനുഷ്യൻ വന്നപ്പോ മക്കയിൽ വെച്ച് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന്റെ കൂടെ അബൂജഹലിന്റെ വീട്ടുപടിക്കലേക്ക് പോയത് നമ്മൾ ഒരുപാട് കേട്ട കഥയാണ്. അബൂജഹൽ എന്ന് പറയുന്നത് ആരാണ് എന്ന് മനസ്സിലാകുമ്പോഴേ ഈ കഥയുടെ പൊരുളറിയൂ. അവിടുത്തെ ഗോത്ര വ്യവസ്ഥയുടെ അധികാര സ്ഥാനത്ത്, താക്കോൽ സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തിയാണ് അബൂജഹൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി അവകാശം വാങ്ങിക്കൊടുത്തതാണ് ചരിത്രം. മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാകുന്നത് വളരെ യാദൃശ്ചികമായി സംഭവിച്ചു പോയ എന്തോ ഒരു കാര്യമല്ല. മക്കയിലായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ഹബ്ബാബ് ബിൻ അറസ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം വന്ന് സങ്കടം പറഞ്ഞതാണ്. ഞങ്ങൾക്ക് വേണ്ടി ദുആർക്കുന്നില്ലേ എന്ന് ചോദിച്ചതാണ്. വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംർ ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹളറമൗത്ത് ലാ യഖാഫു ഇല്ലല്ലാഹ്. പടച്ചോനെ മാത്രം പേടിച്ചാൽ മതിയാകുന്ന രീതിയിൽ സൻആ മുതൽ ഹളറമൗത്ത് വരെ നിർഭയമായി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കാലം വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്നിട്ട് ആ നിർഭയത്വമുള്ള ഒരു കാലത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുകയാണ്. വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖ് വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ് വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറാ.
അധികാരത്തിന് വേണ്ടി ആഗ്രഹിക്കുക മാത്രമല്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. സൂറത്തുൽ ഇസ്രാ നോക്കൂ നിങ്ങൾ. അള്ളാഹു കൽപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കൂ, നാഥ നീ എന്നെ എങ്ങോട്ട് കൊണ്ടുപോയാലും സത്യത്തോടൊപ്പം കൊണ്ടുപോകണം. എവിടെ നിന്ന് നീ എന്നെ പുറപ്പെടുവിക്കുകയാണെങ്കിലും സത്യത്തോടൊപ്പം പുറപ്പെടുവിപ്പിക്കണം. നിന്നിൽ നിന്നുള്ള ഒരു അധികാര ശക്തിയെ എനിക്ക് നീ നൽകുകയും ചെയ്യണമേ. ഇതിന്റെ തൊട്ടടുത്ത ആയത്ത് ജാഅൽ ഹഖ് വദഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന ദഹൂഖ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ആയത്തും ഈ പ്രാർത്ഥനയ്ക്കും ശേഷം പിന്നെ മദീനയിലെ ഇസ്ലാമിക ഭരണമാണ്. ഇതും നേരത്തെ പറഞ്ഞ ഞാൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ തന്നിഷ്ടങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മതരാഷ്ട്രവും തമ്മിൽ ഒരു ബന്ധവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുക മാത്രമല്ല, അതിനനുസരിച്ച് പ്രവർത്തിച്ചു. പ്രവർത്തനയുടെ പിൻബലത്തിലല്ലാത്ത ഒരു പ്രാർത്ഥന അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല, റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാജാക്കന്മാർക്ക് കത്തുകൾ അയച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറകൾ സംഘടിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയപ്പെട്ട സമാധാനത്തിന്റെ അന്തരീക്ഷം നിലവിൽ വരുന്നതിന് വേണ്ടി വളരെ കൃത്യമായി നമ്പറിട്ട പ്രവർത്തനങ്ങൾ നടത്തി. കാരണം അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് ഖിലാഫത്ത് ലഭിക്കുമെന്നത് അള്ളാഹുവിന്റെ വാഅദയാണ്. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്. നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾ, പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു വഅദ ചെയ്തിരിക്കുന്നു ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്. സ്വർഗത്തിലല്ല, സ്വർഗത്തിലുള്ള ഫലത്തെക്കുറിച്ച്, പ്രതിഫലത്തെക്കുറിച്ചല്ല, അത് ധാരാളം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് നന്നായിട്ട് തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സ്വർഗത്തെക്കുറിച്ച്, അവിടുത്തെ എല്ലാ ആഡംബരങ്ങളെയും കുറിച്ച്, സുഖ സൗകര്യങ്ങളെ കുറിച്ച്. ഇതല്ല, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഖിലാഫത്ത് നൽകും. കമസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് എങ്ങനെയാണോ ഈ ഖിലാഫത്ത് നൽകിയത് അതുപോലെ. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, അവർക്ക് അവൻ തൃപ്തിപ്പെട്ടു കൊടുത്ത അവരുടെ ദീനിന്റെ കാര്യത്തിൽ അവർക്ക് അവൻ സ്വാധീനം നൽകുകയും അവരുടെ ഭയപ്പാടിന് ശേഷം അവർക്ക് നിർഭയത്വം പകരം നൽകുകയും ചെയ്യും. നിർഭയത്വം നൽകും അവർക്ക്, ഈ അമ്ന് നൽകും അവർക്ക്. അതുകൊണ്ട് യഅ്ബുദൂനനി, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് അടിമപ്പെട്ടോളൂ, എന്നെ ഇബാദത്ത് ചെയ്തോളൂ, എനിക്ക് കീഴ്പ്പെട്ടോളൂ. ലാ യുശ്രികൂന ബി ശൈഅ, നിങ്ങൾ മറ്റൊന്നിനെയും അതിൽ പങ്കു ചേർക്കാൻ നിൽക്കേണ്ടതില്ല. വമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, ആരെങ്കിലും നിഷേധിച്ച് പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അവർ തന്നെയാണ് അധർമ്മികളായ ആളുകൾ. സൂറത്ത് നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണോ? ഭരണം എന്ന് പറയുന്നത്, അധികാരം എന്ന് പറയുന്നത്, രാഷ്ട്ര പുനർനിർമ്മാണം എന്ന് പറയുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണോ? അള്ളാഹുവിന്റെ ഖുർആൻ എന്താണ് പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വ അതീഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും, അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക, നിങ്ങളുടെ ഉലുൽ അംറിനെ അനുസരിക്കുക. ആരാണ് ഉലുൽ അംർ? ആരാണ് ഉലുൽ അംർ? അള്ളാഹിനെ മനസ്സിലായി, റസൂലിനെ മനസ്സിലായി. ഉലുൽ അംർ എന്ന് പറഞ്ഞാൽ ആരാണ്? വീണ്ടും ഖുർആൻ പറയുന്നു, അനിഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹ് വലാ തത്തബിഅ അഹ്വാഅഹും വഹ്ദർഹും അൻ യഫ്തിനൂക അൻ ബഅദി മാ അൻസലല്ലാഹു ഇലൈക. അല്ലാഹു അവതരിപ്പിച്ചതനുസരിച്ചു തന്നെ അവർക്കിടയിൽ നീ വിധി കൽപ്പിക്കുക. അവരുടെ തന്നിഷ്ടങ്ങളെ പിന്തുടർന്നു പോകരുത്. അള്ളാഹു നിനക്ക് അവതരിപ്പിച്ചു തന്ന വല്ല നിർദ്ദേശത്തിൽ നിന്നും അവർ നിന്നെ വ്യതിചലിപ്പിച്ച് കളയുന്നതിനെ സൂക്ഷിക്കുക. എന്തനുസരിച്ചുകൊണ്ടാണ് വിധി നടത്തേണ്ടത്? അള്ളാഹു ഇറക്കി തന്നതനുസരിച്ചല്ല വിധി നടത്തുന്നതെങ്കിൽ
ഹലാൽ തീരുമാനിക്കുന്നതെങ്കിൽ, ഹറാമ് തീരുമാനിക്കുന്നതെങ്കിൽ ഫഉലൈക ഹുമുൽ കാഫിറൂൻ, അവർ നിഷേധികളാണ്. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹ്, വീണ്ടും ആവർത്തിക്കുകയാണ് അല്ലാഹു, ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവർ ളാലിമുകളാണ്. വീണ്ടും ഇതേ വാക്കുകൾ ആവർത്തിക്കുകയാണ് അല്ലാഹു അതേ സൂറത്തിൽ. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹ്, അല്ലാഹു ഇറക്കി തന്നതനുസരിച്ചല്ലാതെ വിധി കൽപ്പിക്കുന്ന ആളുകൾ, ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, ആരാണ് കാഫിർ, ആരാണ് ളാലിം, ആരാണ് ഫാസിഖ്? സൂറത്തുൽ മാഇദ 45, 44, 45, 47 ആയത്തുകൾ തുടർച്ചയായിട്ട് പറയുകയാണ്. പ്രധാനപ്പെട്ട കാര്യമാണോ? തീർച്ചയായിട്ടുമാണ്. അതിനുവേണ്ടി ആഗ്രഹിക്കേണ്ടതുണ്ടോ? അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അതിനുവേണ്ടി ആഗ്രഹിക്കണമെന്നും അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നുമാണ്. അത് മറ്റാരുടെയും അവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ടല്ല. ചരിത്രത്തിൽ അങ്ങനെയില്ല, അങ്ങനെയില്ല. അതുകൊണ്ടാണ് 13 കൊല്ലക്കാലം മക്കയിൽ ഇത് പ്രാവർത്തികമാകാതെ കഴിഞ്ഞുകൂടിയിട്ടുണ്ടല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഹദീസുകളിൽ നോക്കൂ, മമ്മാത വലൈസ ഫീ ഉനുഖിഹി ബൈഅത്തുൻ മാത മിതത്തുൻ ജാഹിലിയ. ഇസ്ലാമികമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം, ഒരു ഇമാമത്ത്, അങ്ങനെയുള്ള ഒരു നേതൃത്വം, അതിനെ നിങ്ങൾ അനുസരണ പ്രതിജ്ഞ ചെയ്തിട്ടില്ലെങ്കിൽ മാത മിതത്തുൻ ജാഹിലിയ, ജാഹിലായിട്ട് മരിക്കേണ്ടി വരും എന്നാണ്. മുസ്ലിമായിട്ട് മരിക്കണമെന്നല്ലേ അള്ളാന്റെ കൽപ്പന, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പക്ഷെ അതിന് കഴിയൂല, ജാഹിലായിട്ട് മരിക്കേണ്ടി വരുമെന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത്? അന്ന മുഹമ്മദൻ മലാ ബിസബീലിഹി വലാ ബുദ്ദ ലിഹാദ ദീനി മിമ്മൻ യഖൂമു ബിഹി. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടുപിരിഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ദീനിന്റെ കാര്യങ്ങൾ നിയന്ത്രിച്ചു നടത്താൻ ഒരാൾ ആവശ്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത്? ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ വലാ ജമാഅത ഇല്ലാ ബിൽ ഇമാറ വലാ ഇമാറത ഇല്ലാ ബിൽ ഇത്താഅ. ഈ പറയപ്പെട്ട സംവിധാനം ഇല്ലാതെ ഇസ്ലാമില്ല. അതിന് നേതൃത്വമില്ലാതെ അൽജമാഅത്തുമില്ല, അനുസരണമില്ലാതെ ഇമാറത്തുമില്ല. ഇമാം മാവർദി തന്റെ അഹ്കാം സുൽത്താനിയ എന്ന കൃതിയിൽ പറയുകയാണ്, അഖ്ദുൽ ഇമാമത്തി ലിമൻ യഖൂമ ബിഹാ ഫിൽ ഉമ്മത്തി വാജിബുൻ ബിൽ ഇജ്മാഅ്. സമുദായത്തിന്റെ ഭരണ നടത്തിപ്പിന് പ്രാപ്തനായ ഒരു ഇമാമിനെ നിശ്ചയിക്കൽ നിർബന്ധമാണെന്ന കാര്യത്തിൽ പണ്ഡിതരെ കോപിച്ചിരിക്കുന്നു. ഇമാം ഗസാലി റഹ്മഹുല്ലാഹ് പറയുന്നു, ഇന്ന ദുനിയാ വൽ അംനു അലൽ അൻഫുസി വൽ അംവാലി ലാ യംദുമു ഇല്ലാ ബിസുൽത്താനി മുതാഅ. ഐഹിക കാര്യങ്ങളും ജീവന്റെയും സ്വത്തിന്റെയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ അനുസരിക്കപ്പെടുന്ന ഒരു ഭരണാധികാരിയെ കൂടാതെ കഴിയുകയില്ല. പണ്ഡിതന്മാരൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊന്നും മതരാഷ്ട്രമല്ല, ഇതൊന്നും തിയോക്രസി അല്ല. അതേപോലെ തന്നെ ഇമാം ഇബ്നു തൈമിയ നമ്മൾ ധാരാളം കേൾക്കുന്ന പേരാണല്ലോ. എന്താണ് അദ്ദേഹം പറയുന്നത്? യജിബു അൻ യുറഫ അന്ന വിലായത അംറിന്നാസ് മിൻ അഅലമി വാജിബാത്തിദ്ദീൻ ബൽ ലാ യുഖാമുദ്ദീനു ഇല്ലാ ബിഹാ. അറിയുക, ജനങ്ങളുടെ ഭരണ നടത്തിപ്പ് ദീനിന്റെ ഏറ്റവും വലിയ ബാധ്യതയാണ് എന്നല്ല, ബൽ ലാ യുഖാമുദ്ദീനു ഇല്ലാ ബിഹാ, അതുകൂടാതെ ദീൻ തന്നെ സ്ഥാപിതമാവുകയില്ല. ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അട്ടിമറിയെ കുറിച്ചല്ല ആ പറയുന്നത്, ഒളിച്ചുകടത്തലുകളെ കുറിച്ചല്ല ആ പറയുന്നത്. അത് മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അത് പൗരോഹിത്യത്തിന്റെ ഭരണത്തെക്കുറിച്ചല്ല പറയുന്നത്. അത് നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ ലോകത്ത് നീതി നടപ്പിലാക്കാൻ, ഈ ലോകത്ത് നന്മ നടപ്പിലാക്കാൻ, വിശപ്പ് രഹിതമായ ഒരു ലോകം പണിയാൻ, ഭയരഹിതമായ ഒരു ലോകം പണിയാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു ഖിലാഫത്തിനെ കുറിച്ചാണ് ആ പറയുന്നത്. അതേതൊരു വിശ്വാസിയുടെയും സ്വപ്നമാണ്, അതേതൊരു വിശ്വാസിയുടെയും ആഗ്രഹമാണ്. അതിനവർ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. പക്ഷേ എല്ലാ അമ്പിയാക്കളെ കുറിച്ചും സമൂഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഫഖാലൽ മലഉ الذين كفروا من قومه ما هذا الا بشر مثلكم يريد ان يتفضل عليكم. നൂഹ് നബിയെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ അധികാരം കിട്ടാൻ വേണ്ടിയുള്ള പണിയാണല്ലേ നിന്റെ പരിപാടി ചോദിച്ചിട്ടുണ്ട്. മൂസാ നബിയോട് ചോദിച്ചിട്ട് വതകൂന ലകുമൽ കിബ്രിയാഉ ഫിൽ അർദ്, അല്ല
നാട്ടിൽ നിങ്ങൾ രണ്ടാളും കൂടി ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി വന്നതാണോ? മൂസാ നബിനോടും ഹാറൂൻ നബിനോടും ഈ ചോദിക്കുന്നവരൊക്കെ ഉള്ളത് അധികാര സ്ഥാനത്താണ്. ഫിറോൻ അങ്ങനെ ചോദിക്കുമ്പോൾ ഫിറോൻ അധികാര സ്ഥാനത്താണ്. നമ്രൂദ് ചോദിക്കുമ്പോൾ നമ്രൂദ് അധികാര സ്ഥാനത്താണ്. നബിമാരുടെ അധികാരമോഹമാണ് എന്ന് പറയുമ്പോൾ, അതൊരു മോശം എന്ന് പറയുമ്പോൾ, എന്നാ പിന്നെ ആ ചോദിക്കുന്നവര് അതേ അധികാര സ്ഥാനത്തിരുന്നിട്ടാണ് ചോദിക്കുന്നത്. മോശപ്പെട്ട അധികാര സ്ഥാനത്തിരുന്നിട്ടാണ് ചോദിക്കുന്നത്. അതൊന്ന് താഴെ ഇറങ്ങിയിട്ടല്ല. എല്ലാ നബിമാരോടും ചോദിച്ച യഹൂദന്മാരുടെ രാജാവാകാൻ കൊതിക്കുന്ന ആളാണ് എന്ന് ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അപവാദം പറഞ്ഞിട്ടുണ്ട്. ഖുറൈശികളുടെ നേതൃസ്ഥാനത്ത് വരാനല്ലേ മുഹമ്മദ് നീ ഇത് ചെയ്യുന്നത് എന്ന് മുഹമ്മദ് നബിയോട് ചോദിച്ചിട്ടുണ്ട്. നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെ ചോദിച്ചു കളയുന്നല്ലോ എന്ന് കരുതിയിട്ട് അള്ളാഹുവിന്റെ ദീൻ മനുഷ്യർക്ക് വേണ്ടി, അവരുടെ വിമോചനത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നിട്ടുള്ള ദീനിനെ മൂടിവെക്കാൻ, ഒളിച്ചു വെക്കാൻ, വക്രീകരിക്കാൻ, വേണ്ടെന്ന് വെക്കാൻ, പിന്മാറിക്കളയാൻ അംബിയാ മുർസലീങ്ങൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് സഹോദരന്മാരെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഷഹാദത്ത് വരിക്കേണ്ടി വന്നത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മുനാഫിക്കുകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ അടിത്തട്ടിലാണ് മുനാഫിക്ക് എന്ന്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒന്നാമത്തെ മുനാഫിക്ക് എങ്ങനെ ഉണ്ടായതെന്ന് പഠിക്കണം നമ്മൾ. നിസ്കാരത്തിൽ വ്യത്യാസം ഉണ്ടായിട്ടല്ല, നോമ്പിനെ പറ്റി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടല്ല, മാസം കാണണോ കണക്കൂട്ടണോ എന്നുള്ള തർക്കം കൊണ്ടല്ല. എന്തേ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് മുനാഫിക്കായി എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മദീനയിലെ ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ തമ്മിൽ ധാരണയായിട്ട് പുതിയ ഭരണാധികാരിയായിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിനെ തെരഞ്ഞെടുക്കാൻ നേരത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നത്. ആദ്യം വന്നിട്ട് ഖുബാന്റെ അടുത്ത് കൂടി, ഖുബയിൽ കൂടി ഒരു പള്ളി ഉണ്ടാക്കി 3 ദിവസം അവിടെ നിന്നു. ആകെ 3.5-4 കിലോമീറ്ററാണ് പിന്നെ മസ്ജിദ് നബവി നിൽക്കുന്ന സ്ഥലത്തേക്കുള്ളത്. ഇജറ ദീർഘകാലം നടന്ന്, ദീർഘ ദിവസം നടന്ന് ഇജറ വന്നിട്ട് ആ 3.5 കിലോമീറ്റർ പോയില്ല റസൂലുള്ളാഹ്. ഖുബയിൽ പള്ളി ഉണ്ടാക്കി, അവിടെ കൂടി മദീനയിലെ ഓരോ വിഭാഗത്തോടും രാഷ്ട്രീയമായ ചർച്ച നടത്തി, അവരോടൊക്കെയും കരാറിലേർപ്പെട്ട് അങ്ങനെയാണ് അവിടുന്ന് മദീനയിലേക്ക് വന്നത്. നമ്മളോട് പാശ്ചാത്യന്മാർ പറഞ്ഞെന്ന ഒരു ദീനനുസരിച്ചാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നിട്ട് അവിടുത്തെ നബിയായി പള്ളിയിലെ ഇമാമായി അധികാരമേൽക്കുകയും അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് രാജ്യത്തെ ഭരണാധികാരിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയും രണ്ടും കൂടി ഒരു ചടങ്ങായിട്ട് നടത്താനല്ലേ പറയാം. പക്ഷെ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. പിന്നെ എല്ലാ ആളുകളും, ജൂതരും ക്രൈസ്തവരും മജൂസികളും ബഹുദേവാരാധകരും മുസ്ലിങ്ങൾ വിശേഷിച്ചും പിന്നെ ആരെയാണ് ഭരണാധികാരിയാക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയാക്കിയപ്പോ പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന് ഉണ്ടായിരുന്ന മാർഗം എന്താ? ഒന്നുകിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്യാൻ നോക്കുമ്പോൾ എല്ലാവരും റസൂലുള്ളാഹിയായിട്ട് കരാറിലാണ്, വിജയിക്കാൻ സാധ്യതയില്ല. അപ്പൊ ചെയ്ത പണി എന്താ? ഞാൻ വിശ്വസിച്ചു എന്ന് പ്രഖ്യാപിച്ചു, എന്നാ മനസ്സിൽ കാപട്യം കൊണ്ട് നടന്നു. അള്ളാഹുവിന്റെ ദീനിലെ ഒന്നാമത്തെ മുനാഫിക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ ഉണ്ടായത് അള്ളാഹുവിന്റെ റസൂലിന്റെ രാഷ്ട്രീയാധിപത്യത്തെ അംഗീകരിക്കാൻ സാധിച്ചില്ല എന്നതുകൊണ്ടാണ്. ഒന്നുകൂടി ഞാൻ പറയാണ്, പക്ഷെ ഇത് മതരാഷ്ട്രമല്ല, ഇത് തിയോക്രസി അല്ല. ഇമാം മൗദൂദി റഹ്മഹുള്ള പറയുന്നു, പടിഞ്ഞാറിൽ നടമാടിയിട്ടുള്ള ഈ മതരാഷ്ട്രത്തെ പൈശാചിക രാഷ്ട്രം എന്നേ വിളിക്കാൻ കഴിയൂ. ഇസ്ലാമിക രാഷ്ട്രം എന്നതിന് വല്ലതും പറയാൻ പറ്റുകയാണെങ്കിൽ തിയോ ഡെമോക്രസി എന്നാണ് ഞാൻ പറയുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാര്യങ്ങളെ വകതിരിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹിദായത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് ഓടിയെത്താൻ സാധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.